നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ഒരു കെട്ടുവിറക്. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ പിതാവും അദ്ദേഹത്തിന്റെ 5 പുത്രന്മാരും താമസിച്ചിരുന്നു. ദൗർഭാഗ്യവശാൽ 5 പുത്രന്മാരും പരസ്പരം കലഹിക്കുക പതിവായിരുന്നു. ഒരു കാര്യത്തിലും അവർ തമ്മിൽ ഐക്യമുണ്ടായിരുന്നില്ല. പിതാവ് എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും അവരുടെ കലഹിക്കുന്ന സ്വഭാവം മാറ്റാനും കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. ഒരു ദിവസം പതിവ് പോലെ അവർ കലഹിക്കാൻ തുടങ്ങി. ഇതു കണ്ട പിതാവ് ഉടനെ തന്നെ ഒരു കെട്ടുവിറക് അവരുടെ മുന്നിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, പുത്രന്മാരെ, നിങ്ങൾ അല്പസമയം കലഹം നിർത്തി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ വിറകു കെട്ടെടുത്ത് മുറിക്കുക. പിതാവിന്റെ വാക്കുകൾ കേട്ട പുത്രന്മാർ ഓരോരുത്തരായി വന്ന് വിറകു കെട്ടെടുത്ത് മുറിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരാർക്കും തന്നെ അത് മുറിക്കാൻ കഴിഞ്ഞില്ല. അവർ പിതാവിനോട് പറഞ്ഞു, ഈ വിറകുകെട്ടിന് നല്ല ഫലമാണ്, ഞങ്ങളെ കൊണ്ട് ഇത് മുറിക്കാൻ കഴിയില്ല. ഇതു കേട്ട പിതാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ വിറകുകെട്ടിന് നല്ല ഫലമാണ്, നിങ്ങളെ കൊണ്ട് ഇത് ഒരുമിച്ച് മുറിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഓരോ വിറകെടുത്ത് മുറിക്കൂ. ഇതും പറഞ്ഞ പിതാവ് വിറകിന്റെ കെട്ടഴിച്ച് ഓരോ വിറകായി ഇട്ടു. പുത്രന്മാർ ഓരോരുത്തരായി വന്ന് ഓരോ വിറകെടുത്ത് മുറിച്ചു. അങ്ങനെ മുഴുവൻ വിറകും മുറിച്ചു. ഇതു കണ്ട പിതാവ് പറഞ്ഞു, പുത്രന്മാരെ, നിങ്ങൾ എപ്രകാരമാണ് ഒരു കെട്ടു വിറക് മുറിച്ചതെന്ന് കണ്ടോ? നിങ്ങൾ 5 പേരും ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും. അതേസമയം നിങ്ങൾ ഇങ്ങനെ വഴക്കടിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ ഈ വിറകുകെട്ട് കണ്ടോ? അത് ഒരുമിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും അതിനെ മുറിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം അത് പിരിച്ചോരോ വിറകു കഷ്ണമാക്കിയപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മുറിക്കാൻ കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ 5 പേരും ഒരുമിച്ച് നിന്നാൽ ഒരു ശത്രുവിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ പരസ്പരം വഴക്കടിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും. പിതാവിന്റെ വാക്കുകൾ കേട്ട പുത്രന്മാർക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി. പിന്നെ ഒരിക്കലും ഒന്നിനു വേണ്ടിയും കലഹിച്ചില്ല. അവരെന്തിനും ഒറ്റക്കെട്ടായി തന്നെ നിന്നു. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണ്? ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനും വിജയം നേടാനും സാധിക്കും. നന്ദി.